ഓം ശാന്തി. ധന്യാത്മാക്കളെ, ശിവനും ഞാനും ശിവനെ ധ്യാനിക്കാം. ഈ ആത്മീയ സാധനയിലേക്ക് താങ്കൾ ശ്രേഷ്ഠാത്മാക്കൾക്ക് സ്വാഗതം. ഇന്ന് മഹാശിവരാത്രിയാണ്. ഭാരതത്തിലെമ്പാടും ഭക്തജനങ്ങൾ ശിവനെ ധ്യാനിക്കാൻ വേണ്ടി, ശിവനിൽ നിന്നുമുള്ള അനുഗ്രഹങ്ങൾ നേടാൻ വേണ്ടി ഓം നമ ശിവായ മന്ത്രം ജപിച്ച് ഉറക്കമൊഴിഞ്ഞ് എല്ലാം ഒരു ദിവസം മുഴുവനും, ഒരു 24 മണിക്കൂർ മുഴുവനും സഫലമാക്കുന്ന ദിവസമാണിന്ന്. ഭാരതത്തിലെ ഏറ്റവും വലിയ പുണ്യദിനം. ഈ ദിവസം നമുക്ക് ഈ ആത്മീയമായ കാര്യങ്ങളും കൂടെ കേൾക്കാം. ഇതൊരു പ്രഭാഷണ പരമ്പരയാണ്. നിങ്ങൾ ഇന്നലെ വരെ ശിവനെക്കുറിച്ച് പല കാര്യങ്ങളും കേട്ടു. ശിവനെക്കുറിച്ചും ശിവൻ വസിക്കുന്ന ബ്രഹ്മലോകത്തെക്കുറിച്ചും കാലചക്രത്തെക്കുറിച്ചും സ്വരൂപത്തെക്കുറിച്ചും എല്ലാം കേട്ടിട്ടുണ്ടാവും. ഇന്ന് നമുക്ക് എങ്ങനെ ശിവനെ ധ്യാനിക്കാം എന്ന് മനസ്സിലാക്കാം. ശിവനെ ധ്യാനിക്കാൻ വേണ്ടി ബ്രഹ്മകുമാരീസിൻ്റെ കോഴ്സിൽ രാജയോഗം എന്ന അതിപുരാതനമായ യോഗവിദ്യയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താണ് ഈ രാജയോഗം? അപ്പോൾ രാജയോഗം നമുക്കറിയാം, പണ്ടേ മുതൽ ഋഷിമുനികളെല്ലാം ആചരിച്ചു വന്നിരുന്നു, അഭ്യസിച്ചു വന്നിരുന്നു. എന്നാൽ ഇവിടെ ഈ രാജയോഗത്തിനെ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ, സരളമാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നോക്കൂ, യഥാർത്ഥത്തിൽ ശിവൻ സർവശക്തിമാനാണ്. ശിവൻ പതിതപാവനാണ്, ദുഃഖത്തെ ഹരിച്ച് സുഖം തരുന്നവനാണ്, അറിവിൻ്റെ സാഗരമാണ്, അതുപോലെ സർവശക്തികളുടെ സാഗരമാണ്, ആനന്ദസാഗരമാണ്. അങ്ങനെ ഒരുപാട് മഹിമകളും കർത്തവ്യങ്ങളും എല്ലാം ഉള്ള ശക്തി സ്വരൂപനാണെന്ന് നമുക്കറിയാം. അപ്പോൾ ശക്തി സ്വരൂപനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ശിവനുമായിട്ട്, അഥവാ ആ പരമാത്മാവുമായിട്ട് ബന്ധം വയ്ക്കാനോ അല്ലെങ്കിൽ ആ ഈശ്വരനെ ധ്യാനിക്കാനോ സാധാരണക്കാരെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. എന്നാലും നമ്മൾ ശിവരാത്രി ആഘോഷിക്കുന്നു, ശിവക്ഷേത്രങ്ങളിൽ പോകുന്നു, ശിവാലയോട്ടം നടത്തുന്നു, അതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാലും ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരനെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഏകാഗ്രമായിട്ടിരിക്കുമ്പോൾ മനസ്സ് ചഞ്ചലമാകുന്നു. അതെന്തുകൊണ്ടാണ് മനസ്സ് ചഞ്ചലമാകുന്നത്? ഈശ്വരനെ മാത്രം ഓർമ്മിക്കുമ്പോൾ മനസ്സലയുന്നത് എന്താണ്? അപ്പോൾ രാജയോഗം എന്ന് പറയുമ്പോൾ യോഗം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ബന്ധമെന്നാണ്, കണക്ഷൻ. അതുപോലെ വിയോഗം എന്ന വാക്കിൻ്റെ അർത്ഥം സെപ്പറേഷൻ, അതായത് വിയോഗം. ഇവിടെ നമ്മൾ ഈശ്വരനുമായിട്ട് വേർപിരിഞ്ഞിരുന്നോ? പരമാത്മാവുമായിട്ട് വേർപിരിഞ്ഞിരുന്നോ? എങ്കിൽ എന്നാണ് വേർപിരിഞ്ഞത്? എന്തുകൊണ്ടാണ് നമുക്ക് പരമാത്മാവിനെ ഓർമ്മിക്കാൻ പറ്റാത്തത് നിരന്തരമായിട്ട്? അതിനൊരു ഉദാഹരണമായിട്ട് ഒരു ഡോക്ടർ, ആ ഡോക്ടർ വീട്ടിലിരിക്കുമ്പോൾ ആ ഡോക്ടർ ഒരു അച്ഛനായിരിക്കാം. പക്ഷെ ആ ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ ആ ഡോക്ടറിന് ഹോസ്പിറ്റലും ആ ഡോക്ടറിൻ്റെ രോഗികളും ഒക്കെ ആയിരിക്കും ഓർമ്മ. അത് സ്വാഭാവികമായിട്ട് ഓർമ്മ വരുന്നതല്ലേ? അതുപോലെ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി എവിടെ പോയാലും താൻ വിദ്യാർത്ഥിയാണ്, താൻ പഠിക്കേണ്ട വിഷയങ്ങൾ എന്താണ് അത് ഓർമ്മ കാണും, അതിനെക്കുറിച്ചുള്ള അറിവുണ്ട്. എന്നതുപോലെ ഒരു സജിനി തൻ്റെ സാജനെ എപ്പോഴും ഓർമ്മിക്കുന്നു, ഒരു പ്രിയതമ തൻ്റെ പ്രിയതമനെ എപ്പോഴും ഓർമ്മിക്കുന്നു, അല്ലേ? ഇതെല്ലാം തന്നെ ഒരു ബന്ധമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യമാണ്. അപ്പോൾ ഇവിടെയും ഈ ആത്മീയ സാധനയിൽ, രാജയോഗത്തിൽ നമുക്ക് വേണ്ടത് ശിവനെ ധ്യാനിക്കലാണ്. അപ്പോൾ എങ്ങനെ ശിവനെ ധ്യാനിക്കാം? വളരെ സഹജമായിട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ശിവൻ ആരാണ് എൻ്റെ, അതാണ് ഇവിടെ പ്രധാനം. എനിക്കും, അതായത് ഞാൻ എന്ന് പറയുന്നത് ഞാൻ ഈ ബാഹ്യമായി കാണുന്ന ശരീരമല്ല. ശരീരം എന്ന് പറയുന്ന എൻ്റെ വ്യക്തിത്വം ഈ ഒരു ജന്മത്തേക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഈ ശരീരം അങ്ങ് മാറ്റിവെച്ചാൽ പിന്നെ ഞാൻ ആരാണ്? ഞാൻ എന്ന് പറയുന്നത് ഒരു ആത്മസ്വരൂപമാണ്, ഒരു പ്രകാശബിന്ദു. അപ്പം ഞാൻ ഈ ശരീരബന്ധങ്ങൾ, ശരീരത്തിൻ്റേതായ പദാർത്ഥങ്ങൾ, വൈഭവങ്ങൾ, ജാതി, മതം എല്ലാം, സ്ത്രീ, പുരുഷൻ, ഇതെല്ലാം കുറച്ച് നേരത്തേക്ക് ഞാൻ മാറ്റിവെക്കുമ്പോൾ ഞാൻ ഇവിടെ എൻ്റെ യഥാർത്ഥ അസ്തിത്വത്തിലേക്ക്
എൻ്റെ അനശ്വരമായ വ്യക്തിത്വത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പം ഞാനിവിടെ ഒരു പ്രകാശം മാത്രമാണ്. ഈ പ്രകാശമായ ആത്മാവായ എനിക്ക് ആരുമായിട്ടാണ് ബന്ധം? ആരുമായിട്ടാണ് സർവ്വബന്ധങ്ങളും? ഒരു പരമാത്മാവുമായിട്ടാണ്, ഒരു ശിവനുമായിട്ടാണ്. അതിനാൽ ആദ്യം ഞാൻ എന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എന്നിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കണം. അത്രയേ ഉള്ളൂ കാര്യം. എന്നെ ഞാൻ മനസ്സിലാക്കിയാൽ, ഞാൻ ആത്മാനുഭൂതിയിലേക്ക് എത്തിച്ചേർന്നാൽ ഞാനൊരു ബിന്ദു മാത്രം, ഒരു പ്രകാശം മാത്രം. കുറച്ച് നേരത്തേക്ക് നമ്മൾ ഈ ശരീരത്തിൽ നിന്നൊന്ന് മാറി ബിന്ദുവായിത്തീരുമ്പോൾ പെട്ടെന്ന് ഈശ്വരൻ എന്നെ സ്വീകരിക്കുന്നത് കാണാം. എൻ്റെ മുഴുവൻ കണക്ഷനും പരമാത്മാവുമായിട്ട് ചെന്ന് ചേർന്നോളൂ. ഇതെത്ര എളുപ്പമാണ്. പിന്നെ ഇവിടെ ബന്ധം. ഈശ്വരൻ എൻ്റെ ആരാണ്? ശിവൻ എൻ്റെ ആരാണ്? പരമശിവൻ, സദാശിവൻ എന്നൊക്കെ പറഞ്ഞാലും ശിവനെ അപ്പനെ എന്ന് വിളിക്കാറുണ്ട്, അച്ഛ എന്ന് വിളിക്കാറുണ്ട്. നോർത്തിലാണെങ്കിൽ ബാബ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ നമ്മുടെ ഭാരതത്തിൽ അങ്ങാണെൻ്റെ അമ്മയും അങ്ങാണെൻ്റെ അച്ഛനും അങ്ങാണെൻ്റെ എല്ലാ മിത്രാദികളും എല്ലാം അങ്ങാണ് എന്ന് നമ്മൾ പാടാറില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം ശിവൻ നമ്മളുടെ അച്ഛനും അമ്മയുമാണ്. സാധാരണഗതിയിൽ ഒരു അച്ഛനും അമ്മയ്ക്കും തൻ്റെ മക്കളെ ഓർമ്മിക്കാനേ നേരമുള്ളൂ. മക്കൾക്ക് നേരെ തിരിച്ചു. എവിടെ പോയാലും അച്ഛൻ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്നായിരിക്കും മക്കൾക്ക് വിചാരം. അങ്ങനെ ഈ അച്ഛനമ്മമാർക്കും മക്കൾക്കും തമ്മിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഹൃദയബന്ധമുണ്ട്. രക്തബന്ധം മാത്രമല്ല, ഒരു ആത്മീയ ബന്ധമുണ്ട്. അതുകൊണ്ട് ഓർമ്മ അവിടെ സഹജമായിട്ട് വരും. എന്നതുപോലെ എപ്പോഴാണോ ഞാൻ ഈശ്വരനെ മനസ്സിലാക്കി കഴിയുന്നത്, ശിവനെ മനസ്സിലാക്കി കഴിയുന്നത്, എൻ്റെ ആരാണ്? അപ്പോൾ ഈശ്വരൻ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി, അഥവാ പരമശിവൻ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇനി അറിയേണ്ടത് എൻ്റെ ആരാണ്. അപ്പോൾ എൻ്റെ അച്ഛനാണ്, പരമമായ അച്ഛൻ, എൻ്റെ ശരീരത്തിന് ജന്മം തന്ന അച്ഛനും അമ്മയും. അതെൻ്റെ ലൗകിക അച്ഛനും അമ്മയാണ്, ദേഹത്തിൻ്റെ അച്ഛനും അമ്മയാണ്. അതേപോലെ ആത്മാവായ എൻ്റെ പരമമായ അനശ്വരനായ സദാകാലത്തെ പിതാവും മാതാവുമാണ് ശിവൻ. അങ്ങനെയാണെങ്കിൽ ആ ബന്ധം വയ്ക്കാൻ എത്ര എളുപ്പമാണ് നമുക്ക്? എളുപ്പമല്ലേ? അപ്പോൾ അച്ഛനമ്മമാരിലേക്ക് ബുദ്ധി തനിയെ പൊക്കോളും. ഇനി അടുത്തത് ശിവൻ എവിടെ വസിക്കുന്നു? അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്നത് 3 തട്ടാണ്. താഴെ നമ്മൾ വസിക്കുന്നു, അതിന് മുകളിലൊരു സൂക്ഷ്മലോകമുണ്ട്, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ വസിക്കുന്നു. അതിന് മുകളിലാണ് പരമാത്മാവായ ശിവൻ വസിക്കുന്നത്, ബ്രഹ്മലോകം. അപ്പം നമ്മളുടെ മനസ്സിനെ നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം, ബ്രഹ്മലോകത്തിലേക്ക്. നിങ്ങളുടെ അച്ഛൻ എവിടെ താമസിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഉണ്ടാവും, അല്ലേ? നിങ്ങളെവിടെ താമസിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനും ഒരു ഉത്തരമുണ്ട്. അതുപോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിതാവ്, നിയന്താവ്, സൃഷ്ടികർത്താവ് ആയ ശിവൻ എവിടെ വസിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമുണ്ട്. പരംധാമത്തിലാണ്, നിർവാണധാമത്തിലാണ്. അവിടെ ശാന്തി മാത്രമേ ഉള്ളൂ. അവിടേക്ക് നമുക്ക് പോകാം ഈശ്വരനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ടെലിപ്പതി എന്നൊക്കെ പറയാം. അതായത് ഒരു കുട്ടി ഇന്ത്യയിലിരുന്ന്, ഒരമ്മ ഭാരതത്തിലിരുന്ന് ലണ്ടനിൽ പഠിക്കുന്ന മകനെ ഓർമ്മിക്കുന്നു. അതേ സമയത്ത് തന്നെ ആ മകനും അമ്മയെ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഓർമ്മകൾ തമ്മിൽ കൂടിച്ചേർന്നത്? അല്ലേ? ഇങ്ങനെ തന്നെയാണ് ഓരോരോ ബന്ധങ്ങൾ തമ്മിലുള്ള ഓർമ്മകൾ കൂടിച്ചേരുന്നത്. അപ്പോൾ ഇത് ഓർമ്മയാണ്, വയർലെസ് കണക്ഷനാണ്. ഈശ്വരനെ ധ്യാനിക്കേണ്ടത് വയർലെസ് കണക്ഷനിലൂടെയാണ്, അഥവാ നമ്മളുടെ സങ്കല്പശക്തിയിലൂടെ നമുക്ക് ഈശ്വരൻ്റെ അടുത്തെത്താം, നമുക്ക് നമ്മളുടെ പരമപിതാവിൻ്റെ അടുത്തെത്താം. ഇത് വളരെ വലിയൊരു സത്യമാണ്, പരമമായ സത്യം. എങ്ങനെ നമ്മൾ ആ ഈശ്വരനുമായിട്ട് ബന്ധം പുലർത്താമെന്ന് പറയുമ്പോൾ അതിൽ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ആ ഈശ്വരനെക്കുറിച്ചുള്ള സമ്പൂർണ്ണ പരിചയം. പരമാത്മാവ് ആരാണ് അത് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്തത് വേണ്ടത് ആ ഈശ്വരനിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും, ഞാൻ എന്തിനു ഓർമ്മിക്കണം? നമ്മളെല്ലാവരും എല്ലാ വർഷവും ശിവരാത്രി ആഘോഷിക്കുന്നു, ഉറക്കൊഴിയുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തായാലും പ്രാപ്തി കിട്ടുന്നുണ്ട്, അല്ലേ? പക്ഷേ വീണ്ടും നമ്മൾ അടുത്ത വർഷം ആഘോഷിക്കുന്നു, അല്ലേ? അപ്പം നമുക്ക് കുറച്ച് നേരം പ്രാപ്തി കിട്ടുന്നു. ഈ പ്രാപ്തിയെ അനശ്വരമാക്കിക്കൂടെ നമുക്ക്? ഈ പ്രാപ്തിയെ സദാകാലത്തേക്ക് നേടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമ്മൾ ഈശ്വരനാകുന്ന അച്ഛനെ, ആ അച്ഛൻ്റെ കർത്തവ്യമൊക്കെ നമ്മൾ പരിപൂർണമായിട്ട് മനസ്സിലാക്കണം. ആ ഈശ്വരനെ ഓർമ്മിക്കുന്നതിലൂടെ ഏറ്റവും വലിയ നേട്ടം എൻ്റെ പാപങ്ങൾ ഭസ്മമാകും.
പാപകടേശ്വർ എന്ന് ശിവനെ വിളിക്കുന്നു. അപ്പം ഞാൻ ചെയ്ത എത്രയോ ജന്മങ്ങളുടെ പാപങ്ങൾ, ഈ ജന്മത്തിലെ പാപങ്ങൾ, ഇതെല്ലാമാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ ചെയ്തു വെച്ച മോശമായ കർമ്മങ്ങളാകുന്ന പാപങ്ങളാണ്. അപ്പോൾ ഈ പാപങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ മുക്തേശ്വരനായ ശിവന് മാത്രമേ സാധിക്കൂ. ഇത് നമ്മളുടെ ഏറ്റവും വലിയ പ്രാപ്തിയാണ്. അടുത്തത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മുക്തിയും ജീവൻ മുക്തിയുമാണ്. മുക്തി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്വന്തം വീട്ടിലേക്ക്, ആ പരമധാമത്തിലേക്ക് എത്തിച്ചേരുന്ന അതിമനോഹരമായൊരു മുഹൂർത്തമാണ്. അവിടേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ വഴികാട്ടി ഈ സൃഷ്ടിയുടെ അവസാന സമയത്ത് ശിവപരമാത്മാവ് നമ്മളെല്ലാ ആത്മാക്കളെയും ശരീരങ്ങളിൽ നിന്ന് വേർപ്പെടുത്തി നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. അത് സൃഷ്ടിയുടെ അവസാന രംഗമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. നമ്മൾ ആ ഒരു ഉയർന്ന ശാന്തിയുടെ ആ ഒരു അനുഭൂതിയിലേക്ക് എത്തിച്ചേരുന്നു. അടുത്തത് ജീവൻ മുക്തി, സ്വർഗം. എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗപ്രാപ്തിയാണ്. നമ്മുടെ ഭാരതത്തിൽ ആര് ശരീരം ഉപേക്ഷിച്ചാലും അവർ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് പറയാറ്. എന്നാൽ നമ്മളിപ്പോൾ അറിയേണ്ട സത്യം, സ്വർഗം ഇനി വരാൻ പോകുകയാണ്. അപ്പോൾ ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ശരിക്കും നമുക്ക് ഒരുപാട് സമ്പൂർണ്ണമാകാനുണ്ട്. നമ്മളിപ്പോൾ ജീവിക്കുന്നത് പോലെ ജീവിച്ചാൽ പോരാ. സർവ്വഗുണങ്ങളാൽ സമ്പന്നമാകണം, നമ്മളുടെ മനസ്സിൻ്റെ ശക്തി കൂട്ടണം, നമ്മളുടെ എല്ലാവിധ യോഗ്യതകളും കഴിവുകളും കൂട്ടി നല്ലൊരു മനുഷ്യനായിട്ട് മാറണം. ആ മനുഷ്യൻ ദേവതയാകുന്ന ആ ഒരു ഉയർന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ എപ്പോഴാണോ ഈ ആത്മീയ സാധന ചെയ്ത് ദേവാത്മാവായി മാറുന്നത്, അന്നാണ് നമുക്ക് സ്വർഗപ്രാപ്തി കിട്ടുന്നത്. അങ്ങനെ ആ സ്വർഗത്തിൻ്റെ പ്രാപ്തി നേടിത്തരുന്നതും ശിവനെ ധ്യാനിക്കുന്നതിലൂടെയാണ്, ശിവനെ അറിയുന്നതിലൂടെയാണ്. അപ്പോൾ ഇതെത്ര വലിയ കാര്യമാണ്. ഇതെല്ലാം തന്നെ ഈ ശിവരാത്രി നാളിൽ നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ ശിവനെ ധ്യാനിക്കാൻ എന്താ ഒരു പ്രയാസമുള്ളത്? ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്ക് ധ്യാനിക്കാം. കാരണം ഞാൻ ആ ശിവപരമാത്മാവിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സന്താനമാണ്. ശിവൻ എനിക്ക് ഈ ശിവരാത്രി നാളിൽ ജന്മം തന്നു എന്ന് തന്നെ വിചാരിക്കണം. അതായത് ഈശ്വരൻ എന്നെ ദത്തെടുക്കുന്നു. അതും നമുക്കറിയാം. ഒരു പാവപ്പെട്ട ഒരു വീട്ടിൽ നിന്നൊരു കുട്ടിയെ ഒരു സമ്പന്നനായ വ്യക്തി ദത്തെടുത്താൽ പിന്നെ ആ കുട്ടി ആ വീട്ടിലാണ്. എന്നതുപോലെ നമുക്കിപ്പോൾ ഒരു ആത്മീയ ജന്മം ശിവപരമാത്മാവ് തരുന്നു എന്ന് വിചാരിക്കൂ. ഇത് വളരെ വലിയൊരു ഒരു ഈശ്വരൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറയാം, ഈശ്വരൻ്റെ ഒരു കർത്തവ്യം എന്ന് പറയാം. അത് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമയം വളരെ ഉയർന്നതാണ്. ഈ സമയം നമ്മൾ രാജയോഗം ചെയ്ത് അല്ലെങ്കിൽ ശിവനെ ധ്യാനിച്ച് നമ്മളുടെ സമയത്തെ സഫലമാക്കണം. വളരെ നന്നായിട്ട് ഈ സമയത്തിൻ്റെ മഹത്വം മനസ്സിലാക്കണം. നമ്മൾ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് സമയങ്ങളിലോ മാത്രം ഈ സാധന ചെയ്യുക, ഇത് ഭാരതത്തിൻ്റെ ഒരു ആചാരമേ അല്ല. ഭാരതത്തിൽ അതുകൊണ്ടാണ് ഋഷിമുനികൾ കുടുംബത്തിൽ താമസിച്ചുകൊണ്ടും തന്നെ അവരുടെ ആത്മീയ സാധന ദിവസേന ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ജീവിത സൗകര്യങ്ങളുടെ പുറകെ പോയി, അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് ലക്ഷ്യങ്ങളുടെ പുറകെ പോയി നമ്മളുടെ യഥാർത്ഥമായ ലക്ഷ്യം നമ്മൾ മറന്നു പോയിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും നമ്മളുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു നമുക്ക് വരാം. ശിവനെ ധ്യാനിച്ച് ശിവനുമായിട്ട് എല്ലാ ബന്ധങ്ങളും വെച്ച് നമുക്ക് പൂർണ്ണമായിട്ടും ആ പരമാത്മ അനുഭൂതി അനുഭവിച്ച് വീണ്ടും ആ സത്യത്തിലേക്ക് തിരിച്ചു വരാം. സമ്പന്നമായ ആ ഒരു മനുഷ്യ അവസ്ഥയിലേക്ക് തിരിച്ചു വരാം. നമ്മളുടെ ഉയർന്ന സംസ്കാരത്തിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈശ്വരൻ സർവ്വബന്ധുവാണ്. അച്ഛനാണ്, പരമമായ അച്ഛൻ, സുപ്രീം ഫാദർ, പരമമായ അമ്മയാണ്. അതുപോലെ തന്നെ നമ്മളെ എല്ലാവിധ ജ്ഞാനത്തിൻ്റെ തത്വങ്ങളും പഠിപ്പിക്കുന്ന അധ്യാപകനാണ്. അതുപോലെ നമുക്ക് എല്ലാവിധ ആശീർവാദങ്ങളും വരദാനങ്ങളും തരുന്ന സദ്ഗുരുവാണ്. ഗുരു സാക്ഷാൽ പരബ്രഹ്മം എന്നല്ലേ പറയാറ്. സദ്ഗുരുവാണ്. അതുപോലെ തന്നെ ഈശ്വരൻ എൻ്റെ ഉറ്റ മിത്രമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും പരമാത്മാവിനോട് തുറന്നു പറയാം. അതുപോലെ നമ്മളുടെ ബന്ധുവാണ്. നമുക്ക് നമ്മളുടെ സന്താനമായിട്ടും കാണാം, നമ്മുടെ സഹോദരനായിട്ട് കാണാം, സഹോദരിയായിട്ട് കാണാം. അങ്ങനെ ഈശ്വരനെ സർവ്വബന്ധുവായിട്ട് നമുക്ക് നമ്മളുടെ വീട്ടിൽ കാണാം. നമ്മളെവിടെ താമസിക്കുന്നോ അവിടെ കാണാം. നമ്മളെവിടെ ഏത് കർമ്മക്ഷേത്രത്തിൽ വർക്ക് ചെയ്യുന്നോ പ്രവർത്തിക്കുന്നോ അവിടെ കാണാം. അങ്ങനെ ഈശ്വര സാന്നിധ്യം അനുഭവിക്കലാണ് ധ്യാനം. നമ്മളുടെ ബുദ്ധിയിലും നമ്മുടെ മനസ്സിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മളുടെ ചലനത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഈശ്വര സാന്നിധ്യം അനുഭവിക്കുകയാണ് ധ്യാനം എന്ന് പറയുന്നത്.
പിന്നെ നമുക്ക് കുറേ നേരം ഇരുന്നു കൊണ്ടും ധ്യാനം ചെയ്യാം. കാരണം നമുക്ക് നടന്നോ അല്ലെങ്കിൽ കർമ്മം ചെയ്തുകൊണ്ടോ നമുക്കിങ്ങനെ ധ്യാനിച്ച് ശീലമില്ലല്ലോ. ഇന്നുള്ള ആളുകൾക്ക് ഇരിക്കാനുള്ള ആ ഒരു ക്ഷമയില്ല. അപ്പോൾ അതിനാൽ നമുക്ക് കുറച്ച് നേരം ഇരിക്കാം. അതിന് നമ്മൾ പറയുന്നത് ബ്രഹ്മകുമാരീസ് എന്ന് മാത്രമല്ല, മുഴുവൻ ഭാരതത്തിലും അതിരാവിലത്തെ ബ്രഹ്മമുഹൂർത്തത്തിലെ ആത്മീയ സാധന. നമ്മളെല്ലാവരും നമ്മളുടെ ദിനചര്യ തെറ്റിച്ചിരിക്കുകയാണ് അല്ലേ? അതിരാവിലെ എഴുന്നേൽക്കണം, നേരത്തെ കിടന്ന് ഉറങ്ങണം അല്ലേ? അപ്പോൾ അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളുടെ ചുറ്റിലും പ്രകൃതി പോലും ശാന്തമായിരിക്കും. അപ്പോൾ നമുക്ക് ആ ബ്രഹ്മലോകത്തിൻ്റെ ശാന്തി അനുഭവിക്കാൻ പറ്റും. പരമാത്മാ ശിവൻ്റെ ശാന്തി സാഗരത്തിനെ നമുക്ക് പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ പറ്റും, നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാൻ പറ്റും. അപ്പോൾ എത്രത്തോളം നമ്മൾ ഈശ്വരനെ അച്ഛനായിട്ട് കാണുന്നുവോ. എന്താണ് അച്ഛൻ്റെ വിശേഷത? അച്ഛനാണ് മക്കളെ പൊന്നുപോലെ വളർത്തുന്നത്, എല്ലാം തന്ന് വളർത്തുന്നത്, പാലിച്ച് വളർത്തുന്നത്, ആ കുട്ടിക്ക് എന്ത് വേണമെന്ന് മനസ്സിലാക്കി വളർത്തുന്നത്. അപ്പോൾ ഈശ്വരനറിയാം. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈശ്വരനറിയാലോ എൻ്റെ എല്ലാ കാര്യങ്ങളും. പക്ഷേ എനിക്ക് ഈശ്വരൻ്റെ കാര്യങ്ങൾ അറിഞ്ഞുകൂടല്ലോ, പിന്നെ എനിക്ക് ആ കണക്ഷൻ ഇല്ലല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ആ കണക്ഷൻ വയ്ക്കാം. ആ കണക്ഷൻ്റെ പേരാണ് ധ്യാനം. ശിവനുമായിട്ടുള്ള ബന്ധം, അഥവാ ശിവനെ അച്ഛനായിട്ട് കാണണം. ഇത്രയും നാൾ ഒരുപക്ഷെ നമ്മൾ ദൂരെ നിന്നായിരിക്കും കാണുന്നത്, അതായത് മാനസികമായിട്ട് ഒരു അകൽച്ച, ഒരു ദൂരം. പക്ഷെ ഇന്ന് നമുക്ക് മനസ്സുകൊണ്ട് ആ ഈശ്വരൻ്റെ അടുക്കിലേക്ക് എത്താം. എങ്ങനെ? ഈശ്വരനെ നമ്മളുടെ മാതാവും പിതാവുമായിട്ട് കണ്ടിട്ട്. അപ്പോൾ അധ്യാപകനുമാണ്, അതേപോലെ തന്നെ സദ്ഗുരുവുമാണ്. എന്നാൽ ഏറ്റവും വലിയ ബന്ധം നമുക്ക് അച്ഛൻ തന്നെയാണ്. അപ്പോൾ അച്ഛൻ എന്ന് പറയുമ്പോൾ ഞാൻ ആരാവണം? ഞാൻ അവിടെ ഒരു കൊച്ചു കുഞ്ഞായിട്ട് മാറണം. അല്ലെങ്കിൽ നമ്മൾ ആരും വലുതല്ല, നമ്മളെല്ലാവരും തന്നെ ഈശ്വരൻ്റെ മുന്നിൽ വളരെ ചെറുതാണ്. ഈശ്വരൻ പരമശക്തിമാനാണ്. പക്ഷേ എനിക്ക് ആ ശക്തി കുറവാണെന്നേ ഉള്ളൂ. പക്ഷേ എനിക്കും ഈശ്വരനോളം ആ അച്ഛൻ്റെ കുട്ടിയായതിനാൽ ഈശ്വരൻ്റെ മുഴുവൻ സമ്പത്തും എനിക്കും നേടാനുള്ള അവകാശമുണ്ട്. ബ്രഹ്മകുമാരീസ് പറയുന്നത് അതാണ്. ഈശ്വരൻ്റെ കുട്ടിയാണ് ഞങ്ങൾ, ഈശ്വരൻ്റെ സമ്പത്തെല്ലാം നമ്മളുടെ ജന്മസിദ്ധ അവകാശമാണ്. പക്ഷെ നമ്മളെല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. പ്രപഞ്ചനാഥൻ സൃഷ്ടികർത്താവ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും സൃഷ്ടികർത്താവാണ്. നമുക്കെല്ലാവർക്കും ഈശ്വരൻ്റെ മേലെ അവകാശമുണ്ട്, പരമാധികാരമുണ്ട്. അഥവാ ഈ മുഴുവൻ ലോകത്തിൻ്റെയും പരമാധികാരം പരമശിവൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ആ ശിവനുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം വെച്ചാൽ എന്ത്? ഒരിക്കലും മുറിയാത്ത, ഒരിക്കലും കട്ടാവാത്ത, അല്ലെങ്കിൽ ഒരിക്കലും ആർക്കും തകർക്കാൻ പറ്റാത്ത ഒരു ഉയർന്ന ബന്ധം വെച്ചാൽ എന്താണ് നമുക്ക്? ആ ബന്ധം അതിസൂക്ഷ്മ തലത്തിലാണ് വെക്കേണ്ടത്. അതിസൂക്ഷ്മ തലത്തിലാണ് വെക്കേണ്ടത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കണം, ഏകാഗ്രമാക്കണം. ആ ഈശ്വര ശക്തിയിലേക്ക് നമ്മുടെ മനസ്സിനെയാണ് ഏകാഗ്രമാക്കേണ്ടത്. ഇതാണ് രാജയോഗത്തിൻ്റെ പ്രത്യേകത. നമ്മൾ പുറത്തേക്ക് ഈശ്വരൻ്റെ ചിത്രം കാണുന്നുണ്ടാവും, പുറത്ത് പരമാത്മാവിൻ്റെ ചിത്രം കാണുന്നുണ്ടാവും, അതുപോലെ ആ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടാവും. അതെല്ലാം ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഓർമ്മയാണ്. നമ്മൾ പറയില്ല ഉള്ളുരുകി പ്രാർത്ഥിക്കണം, അകമഴിഞ്ഞ് ഓർമ്മിക്കണം എന്നൊക്കെ പറയില്ലേ. പക്ഷേ ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ധ്യാനമാണ്. പക്ഷെ നമ്മളെപ്പോഴും ഓർമ്മിക്കേണ്ടത്, എല്ലാവരും ഇന്നത്തെ കാലത്ത് വിചാരിക്കുന്നത് എനിക്കെന്താ ലാഭം, എനിക്കെന്താ നേട്ടം. ഞങ്ങളോട് എല്ലാവരും ചോദിക്കാറുണ്ട്, അവിടെ വന്നിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് നമുക്കെന്താ നേട്ടം? പക്ഷേ നമ്മൾക്കെല്ലാം ലക്ഷ്യം ശാന്തി സമാധാനമല്ലേ? ഒന്ന് സന്തോഷമായിട്ട് ജീവിക്കണം, ഒന്ന് നല്ല റിലാക്സ് ആയിട്ടിരിക്കണം, സമാധാനം വേണം എന്നൊക്കെ തന്നെയല്ലേ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ മനസ്സിനെ ഇവിടെ ശാന്തമാക്കുക എന്നത് മാത്രമല്ല ലക്ഷ്യം. നമ്മളുടെ മനസ്സിനെ റിച്ചസ്റ്റാക്കി മാറ്റുക. എല്ലാവർക്കും ഒരേ വിഷമമാണ്, എനിക്ക് ശാന്തിയില്ല, സമാധാനമില്ല, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമില്ല, സ്നേഹമില്ല എന്നൊക്കെ നമ്മളെപ്പോഴും പരാതി പറയാറുണ്ടാവും. പക്ഷെ അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ വൈകല്യമാണ്. നമ്മുടെ മനസ്സ് അപൂർണമാണ്, മനസ്സ് ദുർബലമാണ്, മനസ്സിൻ്റെ കുറവുകളാണ് ആ കാണിക്കുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ഒരു സമ്പന്ന അവസ്ഥയല്ലേ നമുക്ക് വേണ്ടത്? മനസ്സിൻ്റെ സമ്പന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആരോടും ഇല്ല എന്ന് പറയേണ്ടി വരില്ല. എല്ലാം നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ നിറച്ചോളൂ. അപ്പോൾ ആദ്യം ഞാൻ എന്നെ മനസ്സിലാക്കി, എൻ്റെ അതൃപ്തി എന്താണ്, എൻ്റെ അസന്തുഷ്ടത എന്താണ്, എൻ്റെ കുറവ് എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ അതിസൂക്ഷ്മ തലത്തിൽ പരമാത്മാവുമായിട്ട് ശിവനുമായിട്ട് ഞാൻ
എൻ്റെ കണക്ഷൻ വെക്കുന്നതിലൂടെ ഞാൻ ഏറ്റവും ഉയർന്ന ആ സമ്പന്നമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതിന് നമ്മളാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കും പുറമേയുള്ള പ്രാപ്തിയാണ് വേണ്ടത്. ലൗകിക പ്രാപ്തികൾ, ഭൗതിക പ്രാപ്തികൾ, കുറച്ച് നേരത്തെ കാര്യം, അന്നത്തെ കാര്യം, അല്ലേ, താൽക്കാലികമായ കാര്യം. അപ്പോൾ ഈ താൽക്കാലികമായ പ്രാപ്തി നമുക്ക് എന്തായാലും ആവശ്യമാണ്. എല്ലാവർക്കും ഒരു നേരത്തെ ആഹാരം പോലല്ലോ, ജീവിതകാലം മുഴുവനും ആഹാരം വേണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജീവിതകാലം മുഴുവൻ സമ്പാദിക്കാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ നമ്മളുടെ ഓരോ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിട്ടപൂർവം ദിനചര്യയായിട്ട് എല്ലാ കാര്യവും എല്ലാ ദിവസവും ചെയ്യുന്നു. അതുപോലെ ഈശ്വരനിൽ നിന്നുള്ള പ്രാപ്തികളും വളരെ വളരെ കൂടുതലാണ്, പരിധിയില്ലാത്തതാണ്. അപ്പോൾ പരിധിയില്ലാത്ത ആനന്ദസാഗരം അനുഭവിക്കാൻ, പരിധിയില്ലാത്ത ആ ശാന്തിയുടെ സാഗരം അനുഭവിക്കാൻ ഞാനും കുറച്ച് ശ്രമിക്കേണ്ടി വരും. സൂക്ഷ്മതലത്തിൽ ലക്ഷ്യം വെച്ചാൽ മതി. അതിന് നമ്മളുടെ 24 മണിക്കൂറും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈശ്വരൻ ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് വേണ്ടത്. കാരണം എൻ്റെ അച്ഛനാണ്, അപ്പോൾ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ അതിരാവിലെ നമുക്ക് എഴുന്നേൽക്കാം. രാവിലത്തെ സമയം ആരും നമ്മളെ വിളിക്കില്ല, നമ്മളിത്തിരി ഫ്രീ ആയിരിക്കും. പിന്നെ സന്ധ്യാനേരം, പിന്നെ രാത്രി, എപ്പോഴൊക്കെ നമുക്ക് സാധിക്കുന്നു നമ്മളിത്തിരി ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഈശ്വരനെ ധ്യാനിക്കാം. എന്തിനാണ് നമ്മൾ ഈ പകൽ മുഴുവനും ധ്യാനിക്കണോ? അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുടുംബകാര്യങ്ങൾ ചെയ്യണ്ടേ? എനിക്ക് എൻ്റേതായ ഒരുപാട് പ്രാരബ്ധങ്ങളുണ്ട്, അതെല്ലാം ചെയ്തു തീർക്കാതെ ഞാൻ ഈ ധ്യാനത്തിൻ്റെ പുറകെ എങ്ങനെ പോകുമെന്ന് ചിന്തിക്കുന്നത് എന്തിനാണ്? ഇത് മനസ്സിന് വേണ്ട കാര്യമാണ്. ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് മന്മനാഭവ എന്ന്. ഇത് മനസ്സിൻ്റെ കാര്യമാണ്. എൻ്റെ മനസ്സിനാണ് എല്ലാം വേണ്ടത്. എൻ്റെ മനസ്സാണ് നന്നാകേണ്ടത്, എൻ്റെ മനസ്സാണ് നിറയേണ്ടത്, അകത്താണ് ഇത് നടക്കേണ്ടത്. അതുകൊണ്ട് അകത്തേക്ക് ശ്രദ്ധിക്കൂ, അകത്തേക്ക് ശ്രദ്ധിക്കൂ. അതുകൊണ്ടായിരിക്കാം നമ്മളിങ്ങനെ വിശ്വസിച്ചത് എല്ലാവരുടെ ഉള്ളിലും ഈശ്വര അംശം ഉണ്ടെന്ന്, അല്ലേ? പക്ഷേ ഞാൻ ഈശ്വരൻ്റെ കുട്ടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഈശ്വരൻ്റെ കുട്ടിയെ തിരിച്ചറിയൂ. പുറത്തേക്കുള്ള ഭൗതികതയെ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിട്ട് അകത്തുള്ള എന്നെ തിരിച്ചറിയൂ. എന്നിലേക്ക് ഞാൻ ഒന്ന് തിരിയണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എനിക്ക് ഈശ്വരനിലേക്കും എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരുപാട് ബാഹർമുഖരാണ്. പുറത്തേക്കാണ് ശ്രദ്ധ കൂടുതലും. പുറത്ത് നിന്ന് എനിക്ക് എല്ലാം കിട്ടും എന്നാണ് വിചാരം, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ കുറച്ച് നേരത്തേക്ക്, എന്തായാലും ഇന്ന് മഹാശിവരാത്രി നാളാണ്, അല്ലേ? കുറച്ച് നേരത്തേക്ക് എല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ മനസ്സിനെ പരിപൂർണമായിട്ടും പരമാത്മ ശിവൻ, നമ്മൾ ശിവബാബ എന്ന് വിളിക്കാം, ശിവബാബയിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ നമുക്ക് എന്ത് തന്നെ കിട്ടില്ല? നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നത് അപാരമായ പ്രാപ്തികളായിരിക്കും, അളവറ്റ പ്രാപ്തികളായിരിക്കും. മനസ്സ് ശരിയായാൽ, മനസ്സ് നിറഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയാവും. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ആ ഈശ്വരനെയല്ലേ വിളിക്കുക. വേറെ ആരെക്കൊണ്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉടനെ ഈശ്വര, ഇനി വേറൊരു ആധാരമില്ല, അങ്ങ് മാത്രമാണ് ആധാരം. അപ്പോൾ അങ്ങനെ പ്രശ്നം വരുമ്പോൾ വിളിക്കുന്നതിന് പകരം എന്തുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും ഈശ്വരനെ വിളിച്ചുകൂടാ? എല്ലാ ദിവസവും എൻ്റെ ജീവിതത്തിൻ്റെ ആധാരം, എല്ലാ ദിവസവും ശരണം പ്രാപിച്ചുകൂടെ? ഓരോ സെക്കൻഡും എനിക്ക് ശരണം പ്രാപിച്ചുകൂടെ? അങ്ങനെ ഒരു സമർപ്പണമയമായ ജീവിതം, അല്ല? എന്തുകൊണ്ട് ആ ഓർമ്മ വരുന്നില്ല? എന്തുകൊണ്ടാണ് ആ കണക്ഷൻ ഇല്ലാത്തത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ രാവിലെ നമുക്ക് ആ ബന്ധം വയ്ക്കാം. അല്ലെങ്കിലും കൈ തൊഴുത് എഴുന്നേൽക്കണം, കൈ തൊഴുത് ഉറങ്ങണം എന്ന് പറയുന്ന നമ്മളാണ്. നമ്മൾ എത്ര ഉയർന്ന ഭക്തിയുള്ള ആത്മീയതയുള്ള ഭാരതത്തിൽ ജനിച്ച് വളർന്നവരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാരണവശാലും ശിവനെ ധ്യാനിക്കാതിരിക്കാനാവില്ല. അവസാനം നിങ്ങൾ എത്തിച്ചേരുന്നത് ആ പരമാത്മാവിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരാൾ ശരീരം ഉപേക്ഷിക്കുമ്പോഴും ഈശ്വരൻ കാത്തു നിൽക്കുമെന്നാണ് പറയുക. കാരണം ആത്മാവ് ഈശ്വരൻ്റെ കുട്ടിയാണ്. അതുകൊണ്ട് തികഞ്ഞ ആത്മബോധത്തിലേക്ക് വരൂ. എന്നിട്ട് ഈ ലോകത്തിൻ്റെ മുഴുവനും നിയന്താവ്, അല്ലെങ്കിൽ പുതിയൊരു നവയുഗത്തെ സൃഷ്ടിക്കുന്നവൻ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ സർവരുടെയും ദുഃഖത്തെ ഹനിക്കുന്നവൻ, അങ്ങനെയുള്ള നമ്മളുടെ പരമമായ അച്ഛനെ മനസ്സിലാക്കൂ, ആ പരമമായ പിതാവിനെ മനസ്സിലാക്കൂ. എന്നിട്ട് ആ ഈശ്വരനുമായിട്ട് ഉറ്റ ബന്ധം വയ്ക്കും. എപ്പോഴും ധ്യാനിക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ എപ്പോഴും ഉറ്റ ബന്ധം വയ്ക്കുമ്പോൾ തനിയെ ആ നന്മകൾ,
ആ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകി വരും. അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടൊരു നല്ല വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും. ഏറ്റവും സത്യമുള്ളവനായിട്ട് മാറാൻ സാധിക്കും. സത്യം ശിവം സുന്ദരത്തിൻ്റെ ഏറ്റവും സത്യമായ ഈശ്വരൻ്റെ സത്യമായ സന്താനമായിട്ട് മാറും. ഇത് മാറേണ്ട സമയമാണ്. ഇത് പരിവർത്തനപ്പെടേണ്ട സമയമാണ്. അതിന് ഈശ്വരന് മാത്രമേ സാധിക്കൂ. ഈശ്വര ചിന്ത കൊണ്ട്, ശിവൻ്റെ ചിന്ത കൊണ്ട് മാത്രമേ നമുക്ക് നമ്മളുടെ ചിന്തകളെ മാറ്റാൻ സാധിക്കൂ, നമ്മളുടെ സംസ്കാരത്തെ മാറ്റാൻ സാധിക്കൂ. അതുകൊണ്ട് ഈശ്വരൻ ഈ ഭൂമിയിൽ വന്നിരിക്കുകയാണ്. ഈശ്വര സാന്നിധ്യം ഈ ഭൂമിയിലുണ്ട്. നമ്മളെല്ലാവരും വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഈ ഭൂമിയെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. നമ്മളിൽ നിന്നും നമ്മളുടെ ചിന്തകളുടെ ആ തരംഗങ്ങൾ പരന്നുകൊണ്ടേയിരിക്കും. അതേപോലെ ഈശ്വരൻ്റെ തരംഗങ്ങളും നമ്മളിലേക്കും വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആ സമയത്ത് അതിന് സയൻറ്റിഫിക്കായിട്ട് പറയുന്നത് ഫ്രീക്വൻസി ലെവൽ എന്നാണ്. അതായത് ഈശ്വരൻ്റെ ഫ്രീക്വൻസി ലെവൽ വളരെ വലുതാണ്, ഏറ്റവും കൂടിയതാണ്. അതേസമയം ജീവാത്മാവായ എൻ്റെ ഫ്രീക്വൻസി ലെവൽ കുറച്ചും കൂടെ ഞാൻ ശ്രേഷ്ഠമാക്കണം. എൻ്റെ ചിന്തകളെ ഞാൻ പോസിറ്റീവാക്കി മാറ്റണം. അത് കുറച്ചു കാലം നീണ്ടു നിൽക്കുന്ന ഒരു സാധനയായിരിക്കാം, പക്ഷേ എനിക്കത് കൊണ്ടുവരാൻ സാധിക്കും. ഇന്നത്തെ ദിവസം നമുക്കൊരു ദൃഢപ്രതിജ്ഞ എടുക്കാം. എൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ ഈശ്വരൻ വന്നിരിക്കുകയാണ്. ആ പരമാത്മാ ശക്തി എന്നെ ആഹ്വാനം ചെയ്യുകയാണ്. വരൂ മക്കളെ, വരൂ, നിങ്ങൾക്ക് എല്ലാവിധ ഭാഗ്യവും ഞാൻ തരാം, എല്ലാവിധ സമ്പത്തും തരാം എന്ന് പറഞ്ഞ് പരിപൂർണമായിട്ടും എന്നെ വിളിക്കുന്നു. അങ്ങനെ പരമാത്മാവ് നമ്മളെ വിളിക്കുന്നതായിട്ടും പരമാത്മാവിൻ്റെ ശക്തിയും കിരണങ്ങളും ഈ ലോകം മുഴുവനും പരക്കുന്നതായിട്ടും ഒന്ന് മനസ്സിൽ സങ്കല്പിക്കൂ. ആ ഈശ്വര ശക്തിയുടെ ആ കിരണങ്ങളുടെ കീഴിലാണ് ഞാൻ എന്നും കൂടെ മനസ്സിൽ സങ്കല്പിക്കൂ. എപ്പോഴും ഈശ്വരൻ എന്നെ സംരക്ഷിക്കുന്നു, ശിവൻ എന്നെ സംരക്ഷിക്കുന്നു, ശിവൻ എന്നെ പാലിക്കുന്നു, ശിവൻ എനിക്ക് ജന്മം തന്നിരിക്കുന്നു, ഇതൊരു അലൗകികമായ ജന്മമാണ്. അങ്ങനെയെല്ലാം നമ്മുടെ മനസ്സിൽ വളരെ ഉയർന്ന ചിന്തകൾ കൊണ്ടുവരേണ്ട സമയമാണ് ഇന്ന് മാത്രമല്ല, ഇതൊരു 15 ദിവസത്തെ ഒരു പ്രഭാഷണ പരമ്പരയാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ശിവനെക്കുറിച്ചും ശിവൻ ചെയ്യുന്ന കർത്തവ്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പരിപൂർണമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് മാർച്ച് 9 ഒരു സൺഡേ ഉണ്ട്. അന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനും ഇതെവിടെയാണ് നടക്കുന്നതെന്ന് അറിയാനും വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രഹ്മകുമാരീസിൻ്റെ ഏറ്റവും അടുത്തുള്ള കേന്ദ്രങ്ങളിൽ വന്ന് ഈ കാര്യങ്ങൾ അറിയാം. ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ ശ്രമിക്കാം. അതുകൊണ്ട് വീണ്ടുമുള്ള ഈ പ്രഭാഷണങ്ങളിലേക്ക്, ഈ ആത്മീയ സാധനങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്രഹ്മകുമാരീസിൻ്റെ കേന്ദ്രങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. കാരണം നിങ്ങൾ ഓരോരുത്തരും ഈശ്വരൻ്റെ സ്വന്തം മക്കളാണ്. അതുകൊണ്ട് ശിവനെ ധ്യാനിച്ച് സമ്പന്നമാകേണ്ട സമയമായി എന്ന് ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഓം ശാന്തി. ഓം ശാന്തി. ഞാൻ എൻ്റെ മനസ്സിനെ എന്നിലേക്ക് ഏകാഗ്രമാക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഈ ചിന്തകൾ മനസ്സിൽ ആവർത്തിക്കൂ. ഒരു ധ്യാനത്തിൻ്റെ മൂഡിലേക്ക് വരൂ. കണ്ണുകൾ പകുതി തുറന്നു വയ്ക്കൂ. എന്നിട്ട് ഈശ്വര സ്വരൂപത്തെ, പ്രകാശരൂപത്തെ മുന്നിൽ മനസ്സിൽ കാണും. പുരികമധ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ. ഞാൻ അതിസൂക്ഷ്മമായ ഒരു പ്രകാശ കണികയാണ്. തേജസ്സുറ്റ ഒരു പ്രകാശം. ആകാശത്തിലെ നക്ഷത്രം പോലെ, വിളക്കിലെ ദീപം പോലെ,
ഈ ശരീരത്തിൽ 2 പുരികങ്ങൾക്ക് നടുവിൽ തിരുനെറ്റിയിൽ തേജോമയമായ ഒരു പ്രകാശം, ഒരു സൂക്ഷ്മകണം. ഈ പ്രകാശത്തിൽ, ഈ ആത്മീയ ശക്തിയിൽ ഈ ശരീരത്തിൻ്റെതായ എല്ലാ ഭാരം അലിഞ്ഞലിഞ്ഞില്ലാതാവും. ഞാനൊരു പ്രകാശം മാത്രമാണ്. വളരെയധികം ശാന്തി നിറഞ്ഞ, സൂക്ഷ്മ ശക്തികൾ നിറഞ്ഞ, ആനന്ദം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ പ്രകാശം. ഇതെല്ലാം തന്നെ എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുന്നു. ഞാൻ ആത്മാവാണ്. ഈ കർമ്മേന്ദ്രിയങ്ങൾ അഥവാ ഈ ശരീരം 5 കുതിരകളെ പൂട്ടിയ രഥമാണ്. ഞാൻ തേരാളിയാണ്, സാരഥിയാണ് എന്നെല്ലാം ഓർമ്മ വരുന്നു. ജന്മജന്മങ്ങളായി ശരീരമെടുത്തുള്ള ശീലമുള്ളതിനാൽ കുറച്ച് സമയത്തേക്ക് ശരീരബോധത്തിലേക്ക് പോയതാണ്. എന്നാൽ ഞാൻ തിരിച്ചു വരുന്നു. ഞാൻ അനശ്വരമായൊരു ജ്യോതിയാണ്. ഞാൻ അജർ അമർ അവിനാശിയായ ജ്യോതിർബിന്ദുവാണ്. മെല്ലെ മെല്ലെ ഞാൻ എൻ്റെ മനസ്സിനെ പ്രപഞ്ചത്തിൻ്റെ തന്നെ നാഥനായ ശിവപരമാത്മാവിലേക്ക് ഏകാഗ്രമാക്കുന്നു. ഇങ്ങനെയുള്ള ഈ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിനെ പരിപൂർണമായും ഈ ശരീരത്തിൽ നിന്ന് മാത്രമല്ല, ഈ മുഴുവൻ ഭൂമിയിൽ നിന്ന് തന്നെയും മാറ്റി ആകാശത്തിലേക്ക് സഞ്ചരിക്കുന്നു. മനസ്സുകൊണ്ട് ഞാൻ ഒരു പ്രകാശമായി മാറി മറ്റൊന്നും ചിന്തിക്കാതെ ആകാശത്തിലൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെ ഞാൻ ആകാശത്തിനും അപ്പുറത്തുള്ള ആകാശത്തിലേക്ക്, പ്രകാശലോകത്തിലേക്ക്, പരമധാമത്തിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ ഞാൻ എന്നെ കാത്തിരിക്കുന്ന, എന്നെ 1000 കൈകൾ നീട്ടി സ്വീകരിക്കുന്ന എൻ്റെ പരമോന്നതനായ അച്ഛനെ കാണുന്നു. ശിവമയം, പരമശിവന്റെ ശക്തികൾ നിറഞ്ഞു നിൽക്കുന്ന പരന്ധാമം, ബ്രഹ്മലോകം. എന്നാൽ ഈ ലോകം എൻ്റെ വീടാണ്, എൻ്റെ സത്യമായ വീട്. ഈ വീട്ടിൽ വെച്ച്, ഈ ഒരു ശാന്തി നിറഞ്ഞ അന്തരീക്ഷത്തിൽ വെച്ച് ഞാൻ ഈശ്വരനെ കണ്ടുമുട്ടുന്നു. ശിവനാകുന്ന എൻ്റെ അച്ഛനെ കണ്ടുമുട്ടുന്നു. ആ അച്ഛനിൽ നിന്നും ആ കാണുന്ന ആ നിമിഷത്തിൽ തന്നെ നിരവധി ശക്തികൾ സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ പോലെ
എന്നിലേക്ക് വന്ന് നിറയുന്നു. ഞാൻ പെട്ടെന്ന് മാറുന്നു. ഒരു സാധാരണ അവസ്ഥയല്ല ഇപ്പോൾ എൻ്റേത്. ഞാൻ ഈശ്വരൻ്റെ തൊട്ടരികത്താണ്. ആ പ്രകാശവലയത്തിനുള്ളിലാണ്. എൻ്റെ മനസ്സിൽ ശക്തികൾ ഇരട്ടിയായി വർദ്ധിക്കുന്നു. ഞാൻ ഈശ്വരപ്രാപ്തി നേടുന്നു. ഈശ്വരൻ്റെ ഒരു കുഞ്ഞായി മാറി. വളരെ നിഷ്കളങ്കമായി മാറി. പരിശുദ്ധമായി മാറി. ഞാനൊരു കുഞ്ഞു ദേവതയായി മാറുന്നു. അത്ര പരിശുദ്ധം. ആ പരിശുദ്ധ അവസ്ഥയിൽ നിന്നും എനിക്ക് ആനന്ദമയമായ ഒരവസ്ഥ വരുന്നു. ഞാൻ പരമാനന്ദം അനുഭവിക്കുന്നു. സ്നേഹത്തിൻ്റെ പാരമ്യാവസ്ഥ അനുഭവിക്കുന്നു. സത്യമായ സ്നേഹം ഇതാണ്. ശിവന്റെ സ്നേഹമാണ് ഏറ്റവും സത്യമായ സ്നേഹം. ഈശ്വര പ്രേമത്തിൻ്റെ ഒരു സർവശ്രേഷ്ഠമായ അവസ്ഥ. മറ്റൊന്നും എനിക്ക് ഓർമ്മയില്ല. ശിവൻ മാത്രം, ആ ശക്തികൾ മാത്രം, ആ സ്നേഹം മാത്രം. ശാന്തിമയമായ ഒരു അനുഭൂതി. ഞാൻ എന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നു ഈശ്വര സന്നിധിയിൽ. എൻ്റെ എല്ലാ പാപങ്ങളും ഇവിടെ ഭസ്മമാകുന്നു. ഞാൻ ഏറ്റവും പുതിയ പരിശുദ്ധമായ ഒരു ആത്മാവായി മാറി. ശിവന്റെ അനുഗ്രഹങ്ങൾ നേടി, വരദാനങ്ങൾ നേടി. വീണ്ടും ഞാൻ ശരീരത്തിലേക്ക്, എൻ്റെ കർമ്മക്ഷേത്രത്തിലേക്ക് തിരിച്ചെത്തുന്നു. പൂർവാധികം പ്രകാശത്തോടു കൂടി തിളങ്ങുന്ന ആത്മാവായി മാറി. എന്നിൽ നിന്നും ഈ ശക്തി തരംഗങ്ങൾ സൂര്യകിരണങ്ങൾ പോലെ ഭൂമി മുഴുവൻ പരന്നുകൊണ്ടിരിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി.